സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് 2026 സീരീസ് സീക്രട്ട് സ്റ്റോറീസ് റോസലിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് സമയം കളയാതെ നേരെ കഥ തുടങ്ങാം. കഥയുടെ തുടക്കത്തിൽ നമുക്ക് രാത്രി സമയം കാണിക്കുന്നു. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. ബുക്ക് വായിച്ചു കഴിഞ്ഞ് അവൾ ഉറങ്ങാൻ പോകുമ്പോൾ അവൾക്കൊരു നിഴൽ പോലെയൊന്ന് കാണാം. യഥാർത്ഥത്തിൽ അതൊരു മാസ്ക് ധരിച്ച ആളായിരുന്നു. അവന്റെ കണ്ണുകൾ പച്ച നിറമായിരുന്നു. അപ്രതീക്ഷിതമായി അവനൊരു കത്തി കൊണ്ട് ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നു. പക്ഷെ അവൾ എങ്ങനെയോ രക്ഷപ്പെട്ട് തന്റെ അമ്മയും അപ്പനുമുള്ള റൂമിലേക്ക് ഓടിച്ചെന്നു. വീട്ടിൽ ആരോ ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് അവളുടെ അപ്പൻ പുറത്തേക്ക് പോയി നോക്കുന്നു ആരാണെന്ന്. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. പക്ഷെ അവളുടെ അപ്പൻ തിരികെ വരില്ല. ഇത് കണ്ടിട്ട് അമ്മയും എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ പുറത്തേക്ക് പോകുന്നു. പിന്നെയും ഒരു ശബ്ദം കേൾക്കുന്നു. പക്ഷെ അമ്മയും തിരികെ വരില്ല. ഇത് കേട്ട് പെൺകുട്ടി ഭയന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെയെല്ലാം രക്തം നിറഞ്ഞിരിക്കുന്നു. അതേസമയം ആ മാസ്ക് ധരിച്ച ആൾ വീണ്ടും അവിടെ എത്തി അവളെയും ആക്രമിക്കുന്നു. പിന്നെ ഈ സീൻ ഇവിടെ തന്നെ അവസാനിക്കുന്നു. ഇനി ഇവരാരാണ്, ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നത് നമുക്ക് പിന്നീട് അറിയാം. അടുത്ത സീനിൽ നാം റോസ് എന്ന 17 വയസ്സുള്ള പെൺകുട്ടിയെ കാണുന്നു. റോസിന് അരുൺ എന്ന ഒരു ചെറിയ സഹോദരനുണ്ട്. അവന് 1 വയസ്സാണ്. റോസ് തന്റെ അമ്മ ശോഭയും അപ്പൻ ജോണിനും കൂടെ അവരുടെ ഫാമിൽ താമസിക്കുന്നു. അവരുടെ ഫാമിന്റെ പേര് റോസ് വാലി എന്നാണ്. അവിടെ പല പശുക്കളും കുതിരകളുമുണ്ട്. റോസ് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ അവൾ എപ്പോഴും വളരെ ദുഃഖിതയായിരിക്കുന്നു. ഇത് കണ്ടിട്ട് ശോഭയുടെ ഒരു സുഹൃത്ത് എന്തുകൊണ്ട് റോസ് ഇത്ര ദുഃഖിതലാണ് എന്ന് ചോദിക്കുന്നു. അതിന് ശോഭ പറയുന്നു, റോസിന്റെ വലിയ സഹോദരനായ അലന്റെ മരണം നടന്നതിന് ശേഷം മുതൽ റോസ് ഇങ്ങനെ തന്നെയാണ്. അവൾ അധികം ആരോടും സംസാരിക്കാറില്ല, എന്നും ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുമെന്നും. റോസിന് ആദിതി എന്നൊരു സുഹൃത്തുമുണ്ട്. പക്ഷെ അലന്റെ മരണത്തിന് കാരണം താനാണെന്ന് റോസ് കരുതുന്നു. ശോഭ പറയുന്നു, അലൻ മരിച്ചപ്പോൾ താനും പൂർണ്ണമായി തകർന്നുപോയിരുന്നു. പക്ഷെ അവരുടെ ചെറിയ മകൻ ജനിച്ചതിനു ശേഷം അവൾ കുറച്ചുകൂടി നന്നായി. പക്ഷേ റോസിന് ഇപ്പോഴും അത് മറക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അവൾ ഉറങ്ങാൻ മുമ്പ് ക്രൈം നോവലുകൾ വായിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് പലപ്പോഴും ഭയങ്കര സ്വപ്നങ്ങൾ കാണുന്നു. റോസ് പറയുന്നു, അവൾക്ക് ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും വരുന്നു. യഥാർത്ഥത്തിൽ റോസ് ഒരു സ്വപ്നത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. അവൾ തന്റെ പൂച്ചയോടൊപ്പം ഇരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായി കാട്ടിലേക്ക് പോകുന്നു. ഇത് കണ്ടിട്ട് റോസ് അതിന്റെ പിന്നാലെ കാട്ടിലേക്ക് പോകുന്നു. അവിടെ അവൾക്ക് ആരോ ഉണ്ടെന്നൊരു തോന്നൽ വരുന്നു. അത് കണ്ടിട്ട് റോസ് വളരെ പേടിക്കുന്നു. അതേസമയം അവളുടെ മുന്നിൽ പച്ചക്കണ്ണുള്ള അതേ ആൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അത് കണ്ടിട്ട് റോസ് കൂടുതൽ പേടിച്ച് ഉടനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. റോസിന് സ്വന്തമായി ഒരു മൊബൈൽ ഇല്ലായിരുന്നു. കാരണം അവളുടെ അമ്മയും അപ്പനും പറഞ്ഞത് മൊബൈൽ കൊടുത്താൽ അവൾ വഴി തെറ്റുമെന്നാണ്. പിന്നീട് റോസിന് അവളുടെ സുഹൃത്ത് ആദിതിയുടെ ഫോൺ കോൾ വരുന്നു. അതിനെക്കുറിച്ച് ശോഭയാണ് അവളോട് പറയുന്നത്. ആദിതി റോസിനെ കാണാൻ വിളിക്കുന്നു. റോസും ഉടനെ അവളെ കാണാൻ പോകുന്നു. അവിടെ ആദിതി റോസിനോട് പറയുന്നു, അവൾ ഇന്റർനെറ്റിൽ നോക്കി അന്വേഷിച്ചപ്പോൾ റോസ് കാണുന്ന സ്വപ്നങ്ങൾക്ക് പ്രത്യേകമായ അർത്ഥമൊന്നും ഉണ്ടാവണമെന്നില്ല. അവൾ പറയുന്നു, റോസിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭീകര സംഭവം നടന്നിട്ടുണ്ടാകാം, അതുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത് എന്ന്. അതിന് റോസ് പറയുന്നു, അങ്ങനെയൊന്നും തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന്. എങ്കിലും അവൾക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ വരുന്നു. റോസ് പറയുന്നു, ഇപ്പോൾ അവൾ എവിടെയായാലും ആരോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. റോസിന് തോന്നുന്നത് ആ പച്ചക്കണ്ണുള്ള ആൾ തന്നെ കൊല്ലാൻ നോക്കുകയാണ് എന്നാണ്. ഒരു ദിവസം ആദിതി റോസിനെ തന്റെ സുഹൃത്തിന്റെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. റോസിന് തന്നെ പ്രശ്നങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുപോയത്. അതിനുശേഷം നാം ശോഭയെ കാണുന്നു. അവൾ ഒരു ചർച്ചിലേക്ക് പോകുന്നു. ചർച്ച് വാതിലിനടുത്ത് അവൾ ഒരു സ്ത്രീയുമായി ഇടിക്കുന്നു. ശോഭ അവളോട് സോറി പറയുന്നു. പക്ഷേ ആ സ്ത്രീ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ശോഭ ഫാദറിനോട് ചോദിക്കുന്നു, ആ സ്ത്രീ ആരാണ് എന്ന്. ഫാദർ പറയുന്നു, അവൾ മേരിയാണ് എന്ന്. മേരി യഥാർത്ഥത്തിൽ ചർച്ചിൽ നണ്ണാകാൻ വന്നവളാണ്. പക്ഷെ അവൾ ഒരാളിനെ സ്നേഹിച്ചു. അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഇപ്പോൾ ആ ആളും അവളെ വിട്ടുപോയിട്ടുണ്ട്. കൂടാതെ മേരിക്കൊരു കുഞ്ഞിന്റെ ഉത്തരവാദിത്വവുമുണ്ട്. അതിനാൽ അവൾക്ക് ജോലി വേണം. അതിനായി സഹായം ചോദിക്കാൻ അവൾ ഇവിടെ എത്തിയതാണ്. ഫാദർ അവൾക്കായി ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ശോഭ ഫാദറിനോട് പറയുന്നു, താനും ഇവിടെ വന്നത് സഹായം ചോദിക്കാൻ തന്നെയാണെന്ന്. അത് തന്റെ മകളായ റോസിനു വേണ്ടിയാണ്. അവൾ പറയുന്നു, റോസ് എപ്പോഴും ദുഃഖിതയായി ഒറ്റയ്ക്കിരിക്കുന്നു എന്ന്. ഇത് കേട്ട് ഫാദർ റോസിനോട് പറയുന്നു, താൻ നേരിട്ട് റോസിനോട് സംസാരിക്കാൻ വരുമെന്നും. കൂടാതെ അവർ പറയുന്നു, ചെറിയ മകനെ മാത്രം ശ്രദ്ധിക്കാതെ റോസിനും സമയം കൊടുക്കണം. ശോഭയും ജോണും റോസിനൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണം. അതിലൂടെ റോസിന് നല്ലതായി തോന്നും. ശേഷം ശോഭ പറയുന്നു, അവരും ശ്രമിക്കുമെന്ന്. അതിനുശേഷം നാം റോസിനെ കാണുന്നു. അവൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ഡോക്ടർ റോസിനോട് ചോദിക്കുന്നു, അവൾ സ്വപ്നത്തിൽ കാണുന്ന ആളിനെ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. അതിന് റോസ് പറയുന്നു, ഒരിക്കലും കണ്ടിട്ടില്ല എന്ന്. ഇത് കേട്ട് ഡോക്ടർ റോസിനോട് പറയുന്നു, അവൾ തന്റെ സഹോദരന്റെ മരണത്തെ മറന്ന് ജീവിതത്തിൽ മുന്നോട്ടു പോകണമെന്നും കൂടാതെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്നും പറയുന്നു. അങ്ങനെ ചെയ്താൽ അവൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തുകടക്കാൻ സാധിക്കുമെന്നും പറയുന്നു.
ഇത് കേട്ട് റോസ് അവന്റെ വാക്കുകൾ അംഗീകരിക്കുന്നു. തുടർന്ന് അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവൾ ജോണും ശോഭയും കൂടെ സന്തോഷമായി സംസാരിക്കുന്നു. തന്റെ ചെറിയ സഹോദരനൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നു. ഇത് കണ്ടിട്ട് ജോണും ശോഭയും വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഏറെ ദിവസങ്ങൾക്ക് ശേഷം റോസ് ഇങ്ങനെ സന്തോഷമായി കാണപ്പെട്ടു. തുടർന്ന് അവർ റോസിനോട് പറയുന്നു അവളുടെ ജന്മദിനത്തിൽ 2 വലിയ ഗിഫ്റ്റ് നൽകുമെന്ന്. ഒന്നൊരു മൊബൈൽ ഫോണും മറ്റൊന്നൊരു സ്കൂട്ടിയുമാണ്. ഇത് കേട്ട് റോസ് വളരെ സന്തോഷിച്ചു. കാരണം അവൾക്കിപ്പോൾ 18 വയസ്സാകാൻ പോകുന്നു. അതിനാൽ അവൾ വളരെ ആവേശത്തിലായിരുന്നു. തുടർന്ന് റോസിനോട് അവളുടെ അമ്മ ശോഭ പറയുന്നു അവരുടെ സുഹൃത്ത് കവിതയുടെ ഒരു ബന്ധു ജെറി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ വരുമെന്ന്. യഥാർത്ഥത്തിൽ അവർ അലന്റെ മുറി ജെറിക്ക് വാടകയ്ക്ക് നൽകാനായിരുന്നു. കാരണം ആ മുറിക്ക് 2 വഴികളുണ്ടായിരുന്നു. ഒരു വാതിൽ പുറത്തേക്ക് തുറക്കും, മറ്റൊന്ന് വീട്ടിനുള്ളിൽ നിന്നും. അതുകൊണ്ട് ചില ദിവസങ്ങൾക്ക് ആ മുറിയുടെ വീട്ടിനുള്ളിലെ വാതിൽ അടച്ചിടുമെന്ന് പറയുന്നു. ജെറി പുറത്തെ വഴി മാത്രം വരികയും പോകുകയും ചെയ്യും. അവർ പറയുന്നു ജെറി ഇവിടെ ഒരു റിസർച്ച് ജോലിക്ക് വരുന്നതാണ്. ഏകദേശം 1 മാസം ഇവിടെ താമസിക്കും. 1 മാസം കഴിഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് പോകും. ഇത് കേട്ട് റോസിന് ഇഷ്ടമാകുന്നില്ല. തന്റെ സഹോദരന്റെ മുറിയിൽ മറ്റൊരാൾ താമസിക്കുന്നത് അവൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. പക്ഷെ അവളത് തന്റെ അമ്മയോടും അപ്പനോടും ഒന്നും പറയുന്നില്ല. തുടർന്ന് അടുത്ത ദിവസം ജെറി അവിടെ എത്തുന്നു. അവനെ കണ്ട ഉടൻ റോസ് ഭയപ്പെടുന്നു. കാരണം ജെറിയുടെ കണ്ണുകൾ പച്ച നിറമായിരുന്നു. അത് കണ്ട ഉടൻ അവൾ അത്രയും പേടിച്ച് അവിടെ തന്നെ ബോധം കെട്ടുവീഴുന്നു. പിന്നീട് റോസ് ബോധം വന്നപ്പോൾ അവൾ കാണുന്നത് വീട്ടുകാർ ജെറിയെ അവളുടെ സഹോദരന്റെ മുറി കാണിച്ചു കൊടുക്കുന്നതാണ്. ശേഷം ജെറിക്ക് ആ മുറി വളരെ ഇഷ്ടപ്പെടുന്നു. അവൻ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങുന്നു. പക്ഷേ റോസിന് ഈ കാര്യം ഒന്നും ഇഷ്ടമല്ല. അടുത്ത ദിവസം ജെറി തന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ജോൺ അവന് ലിഫ്റ്റ് നൽകുന്നു. ജോൺ ജെറിയോട് പറയുന്നു ഭക്ഷണം കഴിക്കാൻ അവരുടെ വീട്ടിലേക്ക് വരാനെന്ന്. അതിന് ജെറി പറയുന്നു ലഞ്ചും ഡിന്നറും ക്യാൻറ്റീനിൽ കഴിക്കുമെന്ന്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ജോണിന്റെ കുടുംബത്തോടൊപ്പം കഴിക്കുമെന്ന് പറയുന്നു. അത് ജോണും സമ്മതിക്കുന്നു. അതിനിടയിൽ രാത്രി റോസ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 3 മണിക്കൊരു ശബ്ദം കേൾക്കുന്നു. അവൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അലന്റെ മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്ന് തുറക്കാൻ ആരോ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. ആരോ അത് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നുന്നു. ആ മുറിയിൽ ഇപ്പോൾ ജെറിയാണ് താമസിക്കുന്നത്. ഇത് കണ്ടിട്ട് അവൾ വളരെ പേടിക്കുന്നു. പിന്നീട് അവൾ വീണ്ടും ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം ജെറി ബ്രേക്ക്ഫാസ്റ്റിന് അവരുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ അവൻ പറയുന്നു തന്റെ അപ്പൂപ്പന്റെ കണ്ണുകളും ഇങ്ങനെ പച്ച നിറമായിരുന്നു എന്നും അതുകൊണ്ടാണ് തന്റെ കണ്ണുകളും പച്ച നിറമെന്നും പറയുന്നു. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. അത് കേട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ അവരുടെ കെയർടേക്കർ വേലു കാളയെ വിട്ടിരുന്നു. അതുകൊണ്ട് കാള ഇവിടെ അവിടെ ഓടിക്കൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് ജോൺ വേലുവിനെ ശകാരിക്കുന്നു. എല്ലാ മൃഗങ്ങളെയും ശരിയായി ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. തുടർന്ന് ജോൺ ജെറിയോട് പറയുന്നു ഇവിടെ പാമ്പുകൾ കൂടുതലാണ് എന്ന്. അതിനാൽ വളരെ ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് പറയുന്നു. തുടർന്ന് ജെറി ഒരു ഫംഗ്ഷനിൽ പോകുന്നു. അവിടെ നിന്ന് അവൻ എല്ലാവർക്കുമായി ഭക്ഷണം കൊണ്ടുവരുന്നു. ഇത് കണ്ടിട്ട് ശോഭയും ജോണും സന്തോഷിക്കുന്നു. തുടർന്ന് ജോണും ജെറിയും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാനിരിക്കുന്നു. ഇത് റോസിന് ഇഷ്ടമാകുന്നില്ല. അവൾ തന്റെ മുറിയിലേക്ക് പോകുന്നു. അത് കണ്ടിട്ട് ശോഭ റോസിനെ ആശ്വസിപ്പിക്കാൻ വരുന്നു. അവൾ പറയുന്നു ജോൺ ചിലപ്പോൾ മാത്രം ഇങ്ങനെ ആവർത്തിക്കുമെന്ന്, അതിനാൽ അതിനായി കോപിക്കേണ്ടതില്ല എന്നും, കൂടാതെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ജെറി ഇവിടെ നിന്ന് പോകുമെന്നും, അതിനാൽ അവനെക്കുറിച്ച് സംശയം വയ്ക്കുന്നത് നിർത്തണമെന്നും, അവനെ സംശയിക്കുന്നത് നിനക്കവനെ വേർപ്പായതുകൊണ്ടല്ലേ എന്ന് വീട്ടുകാർക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. തുടർന്ന് ശോഭ റോസിന് തന്റെ മൊബൈൽ നൽകുന്നു. ഇന്നത് ഉപയോഗിക്കാമെന്ന് പറയുന്നു. പിന്നെ അവൾ താഴേക്ക് പോകുന്നു. പിന്നീട് റോസ് ഉറങ്ങുമ്പോൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ നോക്കുമ്പോൾ ജെറി വീണ്ടും വീട്ടിനുള്ളിലെത്തുന്നത് കാണുന്നു. ഈ സമയം റോസിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ജെറിയെ റെക്കോർഡ് ചെയ്ത് അവന്റെ പിന്നാലെ പോകുന്നു. അതേസമയം ആരോ റോസിന്റെ മേൽ സ്പ്രേ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ദിവസം റോസ് ബോധം വരുമ്പോൾ അവൾ തന്റെ ബെഡ്റൂമിലാണ്. വീണ്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല ഇന്നലെ നടന്നത് സ്വപ്നമായിരുന്നോ യാഥാർത്ഥ്യമായിരുന്നോ എന്ന്. അവൾ തന്റെ മൊബൈൽ പരിശോധിക്കുന്നു. പക്ഷെ അവൾ എടുത്ത വീഡിയോ അവിടെ കാണുന്നില്ല. റോസ് ജോണിനും ശോഭയ്ക്കും എല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ റോസിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. അവർ റോസിനെ ശകാരിക്കുന്നു. ഇത്തരത്തിലുള്ള നോവലുകൾ വായിക്കുന്നത് നിർത്തണമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ വരുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ട് റോസ് വളരെ കോപിക്കുന്നു. കാരണം ആരും അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. അതേസമയം ശോഭ റോസിനെ പുറത്തേക്ക് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ പുറത്ത് റോസിന്റെ പൂച്ച മരിച്ച നിലയിൽ കിടക്കുന്നു. അത് കണ്ടിട്ട് റോസ് സങ്കടപ്പെടുന്നു. ജെറിയാണ് തന്റെ പൂച്ചയെ കൊന്നത് എന്ന് അവൾ കരുതുന്നു. പക്ഷെ വീട്ടുകാർ കരുതുന്നത് പൂച്ചയെ പാമ്പ് കടിച്ചതിനാലാണ് മരിച്ചത് എന്ന്. അതുകൊണ്ട് റോസ് വളരെ ദുഃഖിതയാകുന്നു. അവൾക്ക് പൂർണ്ണ വിശ്വാസം ജെറിയാണത് ചെയ്തത് എന്ന്. അതിനാൽ അവൾ ജെറിയുടെ മുറിയിലേക്ക് പോകുന്നു. അവനോട് കോപത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. തന്റെ പൂച്ചയെ എന്തിനു കൊന്നു എന്ന് ചോദിക്കുന്നു. ജെറി ഒന്നും പറയുന്നില്ല. പക്ഷെ റോസ് തുടർച്ചയായി അവനോട് തട്ടിക്കയറുന്നു. ഇത് കണ്ടിട്ട് ജെറിയും കോപിക്കുന്നു. അവൻ റോസിന്റെ വായ അടയ്ക്കുന്നു. അപ്പോൾ അവിടെ ശോഭയും ജോണും എത്തുന്നു. ജെറി റോസിന്റെ വായ പിടിച്ചിരിക്കുന്നത് അവർ കാണുന്നു. ഇത് ശോഭയ്ക്ക് ഇഷ്ടമാകുന്നില്ല. പക്ഷെ ജോൺ ഒന്നും പറയുന്നില്ല. കാരണം ജോണിന് തോന്നുന്നത് ഇതിൽ റോസിന്റെ തെറ്റാണ് എന്ന്.
അവളിങ്ങനെ ജെറിയുടെ മുറിയിലേക്ക് പോകരുതായിരുന്നുവെന്നും അവനെ ഇങ്ങനെ അലട്ടരുതായിരുന്നുവെന്നും അവൻ കരുതുന്നു. തുടർന്ന് നാം ജെറിയെ കാണുന്നു. അവൻ ജോണിനോട് പറയുന്നു തന്റെ റിസർച്ച് 45 ദിവസത്തിനുള്ളിൽ തീരുമെന്ന്. അതിനുശേഷം അവൻ ഇവിടെ നിന്ന് പോകുമെന്നും പറയുന്നു. ഇത് കേട്ട് റോസ് വളരെ സന്തോഷിക്കുന്നു, കാരണം ജെറി ഉടൻ പോകാനിരിക്കുകയാണ്. തുടർന്ന് നാം ശോഭയെ കാണുന്നു. അവൾ ഇപ്പോൾ ജെറിയോട് സന്തോഷമുള്ളവളല്ല, കാരണം അവൻ റോസിനെ കയറിപ്പിടിച്ചതാണ്. ജെറി ശോഭയോട് മാപ്പ് ചോദിക്കുന്നു. താൻ എന്ത് ചെയ്യണം അറിയാതെ പറ്റിപ്പോയി എന്ന് പറയുന്നു. റോസ് അവന്റെ മേൽ തട്ടിക്കയറിയപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ശോഭ ജെറിക്ക് മാപ്പ് നൽകുന്നു. തുടർന്ന് ജെറി തന്റെ ജോലിക്കായി പുറപ്പെടുന്നു. ജോണും തന്റെ ഫാമിന്റെ ലൈസൻസ് പുതുക്കാൻ പോകുന്നു. ശോഭ മാർക്കറ്റിലേക്കും പോകുന്നു. അതിനാൽ വീട്ടിൽ റോസും അവളുടെ ചെറിയ സഹോദരനും മാത്രമാണുള്ളത്. തുടർന്ന് റോസ് ഒളിച്ച് വീട്ടിൽ നിന്ന് ചാവിയെടുത്ത് ജെറിയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെയുള്ള സാധനങ്ങളെല്ലാം പരിശോധിക്കാൻ തുടങ്ങുന്നു. അതേസമയം ശോഭ വീട്ടിലേക്കെത്തുന്നു. റോസ് ജെറിയുടെ മുറിയിലുള്ളത് അവൾ കാണുന്നു. ഇത് കണ്ടിക്ക് ശോഭയ്ക്ക് വളരെ കോപം വരുന്നു. എന്തുകൊണ്ടാണ് ജെറിയെ ഇത്ര സംശയിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. റോസ് ജെറിയുടെ ID കാണിക്കുന്നു. അതിൽ ജെറിയുടെ പേര് ജെയ്സൺ എന്നെഴുതിയിരുന്നു. ഇത് കണ്ടിട്ട് ശോഭയ്ക്കും ചെറിയ സംശയം തോന്നുന്നു. അവൾ ഉടനെ കവിതയെ ഫോൺ ചെയ്യുന്നു. കവിത പറയുന്നു ജെറിയുടെ വീട്ടിൽ വിളിക്കുന്നത് ജെറിയാണെങ്കിലും യഥാർത്ഥ പേര് ജെയ്സൺ ആണെന്ന്. ഇത് കേട്ട് ശോഭയുടെ സംശയം മാറുന്നു. തുടർന്ന് നാം ജെറിയെ കാണുന്നു. അവൻ ഓഫീസിലില്ല. അവൻ മറിയ എന്ന സ്ത്രീയെ കാണാൻ പോയിരുന്നു. അതേസമയം ശോഭ റോസിനെ വീണ്ടും ശകാരിക്കുന്നു. ജെറിയെക്കുറിച്ച് ഇങ്ങനെ സംശയിക്കരുത് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ശോഭയ്ക്കും ജെറിയോട് ചെറിയ സംശയമുണ്ടാകുന്നു. അതിനാൽ അവൾ ജെറിക്കായി ഭക്ഷണം തയ്യാറാക്കി അവന്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ജെറിയും എത്തുന്നു. അവൻ പറയുന്നു താൻ സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് പോയിരുന്നുവെന്ന്. തുടർന്ന് ശോഭ ചോദിക്കുന്നു അവൻ എന്ത് ജോലി ചെയ്യുന്നു എന്ന് കാണിക്കാമോ എന്ന്. ജെറി അവളെ അകത്തു കൊണ്ടുപോകുന്നു. തന്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നു. ഇത് കണ്ടിട്ട് ശോഭയുടെ എല്ലാ സംശയവും മാറുന്നു. അടുത്ത ദിവസം റോസിന്റെ ജന്മദിനമാണ്. രാത്രി 12 മണിക്ക് അമ്മയും അപ്പനും ചെറിയ സഹോദരനും ചേർന്ന് റോസിന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അവൾക്കൊരു മൊബൈൽ ഫോണും സമ്മാനിക്കുന്നു. കൂടാതെ ശോഭ പറയുന്നു അവൾക്കായി ഒരു സ്കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായെന്ന്. അത് 45 ദിവസമകം ലഭിക്കും എന്ന് പറയുന്നു. ഇത് കേട്ട് റോസ് വളരെ സന്തോഷിക്കുന്നു. ജോൺ റോസിനോട് പറയുന്നു അവരുടെ ഫാം മുഴുവനും അവളുടെ പേരിൽ എഴുതിയിട്ടുണ്ടായെന്ന്. ഇത് കേട്ട് റോസ് കൂടുതൽ സന്തോഷിക്കുന്നു. അടുത്ത ദിവസം റോസ് അറിയുന്നു 2 ദിവസത്തിനകം ജെറി ഇവിടെ നിന്ന് പോകുമെന്ന്. ഇത് കേട്ട് അവൾക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നു. തുടർന്ന് ശോഭ റോസിനെ ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നു. അവളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു. ശേഷം ശോഭ റോസിനോട് വീട്ടിലേക്ക് പോകാൻ പറയുന്നു, കാരണം അവൾക്ക് പിന്നീട് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. തുടർന്ന് നാം ജെറിയെ കാണുന്നു. അവൻ ഫാമിലേക്കെത്തി വേലുവിനെ കാണുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു ജെറിയും വേലുവും മുമ്പ് തന്നെ അറിയുന്നവരാണ് എന്ന്. ജെറി വേലുവിനോട് പറയുന്നു താൻ ഇവിടെ വന്ന ജോലി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ ചില ഡോക്യുമെന്റുകൾ സമർപ്പിക്കാൻ ഇനിയും 45 ദിവസം വേണ്ടിവരുമെന്ന് പറയുന്നു. അതിനാൽ ഇനിയും 45 ദിവസം ഇവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ജോണിനും ശോഭയ്ക്കും പറയുന്നു. അവർ അതിനനുവദിക്കുന്നു, കാരണം അവൻ അവരുടെ സുഹൃത്തിന്റെ ബന്ധുവാണ്. പക്ഷേ ഇത് റോസിന് ഇഷ്ടമല്ല. അവൾ ജെറി ഈ വീട്ടിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ദിവസം ജോൺ ഒരു ജോലി കാരണമായി നഗരത്തിലേക്ക് പോകുന്നു. ശോഭ മാർക്കറ്റിലേക്കും പോകുന്നു. സാധനങ്ങൾ വാങ്ങുന്നതിനിടെ ജോൺ തിരിച്ചെത്തി ശോഭയോടൊപ്പം വീട്ടിലേക്ക് വരുന്നു. വഴിയിൽ അവർ ഫാദറിനെ കാണുന്നു. ഫാദർ റോസിനോട് സംസാരിക്കാൻ അവരുടെ കൂടെ വീട്ടിലേക്ക് വരുന്നു. ശോഭ റോസിനെ വിളിച്ച് 5 മിനിറ്റിനകം അവർ എത്തും എന്ന് പറയുന്നു. ഇത് കേട്ട് റോസിനൊരു ഐഡിയ വരുന്നു. അവൾ ജെറിയോട് പറയുന്നു അവരുടെ വീട്ടിൽ ഒരു പാമ്പ് കയറി എന്ന്. ഇത് കേട്ട് ജെറി ഉടൻ വീട്ടിലേക്ക് വരുന്നു. അവൻ പാമ്പിനെ തിരയാൻ തുടങ്ങുന്നു. പക്ഷേ അവിടെ പാമ്പൊന്നുമില്ല. ജെറി മനസ്സിലാക്കുന്നു റോസ് ഉദ്ദേശപൂർവ്വം തന്നെ വിളിച്ചതാണ് എന്ന്. റോസ് അവനെ തല്ലാൻ ശ്രമിക്കുമ്പോൾ അവൻ റോസിന്റെ കൈ പിടിക്കുന്നു. അതേസമയം ഫാദറും ശോഭയും ജോണും എത്തുന്നു. ജെറി റോസിന്റെ കൈ പിടിച്ചിരിക്കുന്നത് അവർ കാണുന്നു. ഇത് ശോഭയ്ക്ക് ഇഷ്ടമാകുന്നില്ല. പക്ഷെ ഫാദറിനും ജെറിയെക്കുറിച്ച് സംശയം തോന്നുന്നു. അതിനാൽ ഫാദർ ജോണിനോട് ജെറിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറയുന്നു. ഫാദറിന്റെ വാക്ക് കേട്ട് ജോൺ ജെറിയോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്നു. ജെറിയും അതിന് സമ്മതിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ടിട്ട് റോസ് വളരെ സന്തോഷിക്കുന്നു. അതിനുശേഷം അവൾക്ക് ഈ സ്വപ്നങ്ങൾ വരുന്നത് നിൽക്കുന്നു. അതിനാൽ അവളുടെ ജീവിതം നല്ലതായി പോകുന്നു. ഇങ്ങനെ 2 മാസം കടന്നുപോകുന്നു. പിന്നെ ജെറി വീണ്ടും തിരിച്ചു വരുന്നു. വേലു എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനിടെ ഇന്ന് അലന്റെ ഓർമ്മ ദിനമായിരുന്നു. അതിനാൽ എല്ലാവരും അവിടെ പോകുന്നു. ശേഷം ജോൺ പറയുന്നു തനിക്കൊരു ജോലിയുണ്ടെന്ന്. അതിനാൽ കുറച്ചു സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമെന്ന്. അതിനാൽ അവർ റോസിനോട് വീട്ടിലേക്ക് പോകാൻ പറയുന്നു. ഇവിടെ ജോണിന്റെ പെരുമാറ്റം കുറച്ച് സംശയാസ്പദമായി തോന്നുന്നു. അവൻ എന്തോ മറച്ചുവെക്കുന്ന പോലെ തോന്നുന്നു. തുടർന്ന് നാം റോസിനെ കാണുന്നു. അവൾ രാത്രി വീണ്ടും ഒരു നോവൽ വായിച്ചുകൊണ്ടിരുന്നു. അതേസമയം അവൾക്ക് വീണ്ടും ആ നിഴൽ കാണുന്നു. അത് കണ്ടിട്ട് അവൾ പേടിച്ചോടുന്നു. അവൾ പുറത്തേക്ക് പോകുന്നു. അവിടെ ജെറിയെ കാണുന്നു. അത് കണ്ടിട്ട് അവൾ ഭയന്ന് നിലവിളിക്കുന്നു. ഉടനെ അവൾ അമ്മയുടെയും അപ്പന്റെയും മുറിയിലേക്ക് ഓടുന്നു. ഇതുതന്നെയാണ് സീരീസിന്റെ തുടക്കത്തിൽ നമുക്ക് കാണിച്ച സീൻ. റോസ് ജോണിനും ശോഭയോടും പറയുന്നു പുറത്ത് ജെറിയുണ്ടെന്നും അവൻ അവരെ കൊല്ലാൻ വന്നതാണെന്നും. ഇത് കേട്ട് ജോൺ പുറത്തേക്ക് പോകുന്നു നോക്കാൻ. പക്ഷേ അവന്റെ നിലവിളി കേൾക്കുന്നു. അത് കേട്ട് ശോഭയും പുറത്തേക്ക് പോകുന്നു. പിന്നീട് അവളുടെ നിലവിളിയും കേൾക്കുന്നു.
ഇത് കേട്ട് റോസ് ഭയന്ന് പുറത്തേക്ക് വരുന്നു. അവൾ കാണുന്നത് ജോണും ജെറിയും തമ്മിൽ അടിപിടി നടക്കുന്നതാണ്. ഇത് കണ്ടിട്ട് റോസ് വളരെ പേടിക്കുന്നു. അതേസമയം ജെറി റോസിന്റെ അടുത്തേക്കെത്തി അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടിട്ട് റോസ് കൂടുതൽ പേടിക്കുന്നു. ജോണും ശോഭയും ചേർന്ന് ജെറിയെ തടയാൻ ശ്രമിക്കുന്നു. അതേസമയം വേലു അവിടെ എത്തുന്നു. അവനും ജെറിയോടൊപ്പം റോസിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ജെറി റോസിനെ കൊണ്ടുപോകുന്നതിനിടെ ഒരു അജ്ഞാതനായ ആൾ പിന്നിൽ നിന്ന് ജെറിയുടെ തലയിലടിച്ച് ജെറിയെ ബോധം കെടുത്തുന്നു. ആ ആളിന്റെ കയ്യിൽ ഒരു കത്തിയുണ്ടായിരുന്നു. റോസിന് ആ ആളെ അറിയില്ല. അതേസമയം ജോൺ അവിടെ എത്തുന്നു. റോസ് അവന്റെ അടുത്തേക്ക് ഓടുന്നു. പക്ഷെ ജോൺ തന്നെ റോസിന്റെ കഴുത്ത് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടിട്ട് റോസ് ഞെട്ടിപ്പോകുന്നു. തന്റെ അച്ഛൻ തന്നെ എന്തിന് കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം ശോഭയും അവിടെ എത്തുന്നു. റോസ് അവളുടെ അടുത്തേക്ക് ഓടുന്നു. പക്ഷെ ശോഭയും റോസിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടിട്ട് റോസ് കൂടുതൽ ഞെട്ടുന്നു. അതേസമയം ജെറിക്ക് ബോധം വരുന്നു. അവൻ റോസിനോട് പറയുന്നു ശോഭയും ജോണും അവളുടെ യഥാർത്ഥ മാതാപിതാക്കളല്ല എന്ന്. ഇത് കേട്ട് റോസ് ആശയക്കുഴപ്പത്തിലാകുന്നു. എന്താണ് നടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് അവൾ സത്യങ്ങളെല്ലാം അറിയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ റോസിന്റെ അമ്മയുടെ പേര് ഏഞ്ചൽ ആണ്. അവൾ ഒരു സമ്പന്നനായ മനുഷ്യന്റെ മകളായിരുന്നു. ശോഭ അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നവളായിരുന്നു. അതിനുശേഷം ശോഭയുടെ വിവാഹം ജോണുമായി നടന്നു. അവർക്കൊരു മകനുമുണ്ടായിരുന്നു. അവന്റെ പേര് അലൻ ആയിരുന്നു. ഒരു ദിവസം ഏഞ്ചലിന്റെ കുടുംബത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അതിനാൽ അവർ റോസ്ലിൻ എന്ന റോസിനെ ശോഭയുടെ അടുത്ത് വെച്ചു. അവൾ അവളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ കാറിൽ പോകുമ്പോൾ അപകടം സംഭവിക്കുന്നു. അതിൽ ഏഞ്ചലിന്റെ കുടുംബം മുഴുവൻ മരിച്ചു. ഏഞ്ചൽ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ ആരുമില്ലായിരുന്നു. അതിനാൽ അവൾ ശോഭയോട് തന്റെ മകളായ റോസിനെ നോക്കണമെന്ന് പറയുന്നു. തുടർന്ന് ഏഞ്ചൽ ഒരു രേഖാപത്രം തയ്യാറാക്കുന്നു. അതിൽ റോസ് 18 വയസ്സാകുമ്പോൾ എല്ലാ സ്വത്തും അവളുടെ പേരിൽ വരുമെന്നും 18 വയസ്സിന് മുമ്പ് റോസിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സ്വത്ത് ട്രസ്റ്റിലേക്ക് പോകും എന്നും എഴുതിയിരുന്നു. കൂടാതെ ശോഭയെയും ജോണിനെയും റോസിന്റെ ഗാർഡിയനായി നിയമിച്ചിരുന്നു. അതിനാൽ അവരുടെ കയ്യിലുള്ള എല്ലാ സ്വത്തും യഥാർത്ഥത്തിൽ റോസിന്റേതായിരുന്നു. അതുകൊണ്ടാണ് അവർ റോസിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കാരണം 18 വയസ്സിന് മുമ്പ് റോസിനെ കൊന്നാൽ സ്വത്ത് ട്രസ്റ്റിലേക്ക് പോകും. അതിനാൽ അവർ 18 വയസ്സാകുന്നതിന് ശേഷം റോസിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. ഇവിടെ നമുക്കറിയുന്നു അവരുടെ മകൻ അലൻ ഒരു ദിവസം റോസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ചുവെന്ന്. യഥാർത്ഥത്തിൽ റോസ് മുങ്ങിക്കൊണ്ടിരുന്നു. അവളെ രക്ഷിക്കാൻ അലൻ പോയി. പക്ഷെ അവൻ തന്നെ മുങ്ങി മരിച്ചു. അതിനാലാണ് റോസിന് തോന്നിയത് അലന്റെ മരണത്തിന് താനാണ് കാരണമെന്ന്. ഇതുകൊണ്ട് ശോഭയ്ക്കും റോസിനോട് കോപമുണ്ടായിരുന്നു. തന്റെ മകന്റെ മരണത്തിന് റോസ് തന്നെയാണ് കാരണമെന്ന് അവൾ കരുതുന്നു. അതിനാൽ അവൾ റോസിനെ കൊല്ലാനും അവളുടെ സ്വത്ത് സ്വന്തമാക്കാനും ആഗ്രഹിച്ചു. അത് കഴിഞ്ഞാണ് അവർക്ക് മറ്റൊരു മകനുമുണ്ടായത്. ആ സ്വത്ത് അവന് കിട്ടാൻ വേണ്ടിയാണ്. ജോണും ശോഭയും തയ്യാറാക്കിയ പ്ലാനിൽ മറ്റൊരാളുമുണ്ടായിരുന്നു. അവന്റെ പേര് ആന്റണിയാണ്. യഥാർത്ഥത്തിൽ ആന്റണി മറിയയുടെ ഭർത്താവാണ്. ആന്റണി ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് മറിയയ്ക്കറിയുമ്പോൾ അവൾ വളരെ കോപിക്കുന്നു. പക്ഷേ ആന്റണി പറയുന്നു താൻ ഇത് ചെയ്യേണ്ടി വരുമെന്ന്. കാരണം ഇതിനു പകരം അവന് വലിയ പണം ലഭിക്കും. പിന്നീട് ആന്റണി കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. അതിനാൽ ജോണും ശോഭയും ചേർന്ന് ആന്റണിയെയും കൊന്നുകളയുന്നു. അതേസമയം ഏഞ്ചൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരുന്നു. ആ അവസരം ഉപയോഗിച്ച് അവർ ഏഞ്ചലിനെയും കൊന്നു. ആന്റണിയുടെ മരണത്തിനു ശേഷം മറിയ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം അറിയിക്കുന്നു. തുടർന്ന് പോലീസ് ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അവർ ഈ വീട്ടിൽ നിരീക്ഷണം നടത്താൻ തീരുമാനിക്കുന്നു. അതിനാലാണ് വേലുവിനെ ഇവിടെ കൊണ്ടുവന്നത്. അവൻ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ജെറി മറിയയെ കണ്ടുമുട്ടിയത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കഥ ഇപ്പോഴത്തെ സമയത്തേക്കെത്തുന്നു. റോസിനെ കൊല്ലാൻ മാസ്ക് ധരിച്ചു വന്ന ആളെ ജോണും ശോഭയും തന്നെ നിയോഗിച്ചതാണ്. അത് റോസിനെ കൊല്ലാനായിരുന്നു. പക്ഷെ ജെറി ആ ആളെ വെടിവെച്ച് കൊല്ലുന്നു. തുടർന്ന് പോലീസ് ജോണിനെയും ശോഭയെയും അറസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് റോസ് ഞെട്ടുന്നു. അവരെല്ലാം ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. റോസിന് മനസ്സിലാകുന്നില്ല അവർ മാതാപിതാക്കളായി കരുതിയവർ തന്നെ അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്തിനെന്ന്. ഈ സംഭവം റോസിനെ പൂർണ്ണമായി ബാധിക്കുന്നു. അവൾ വളരെ തകർന്നു പോകുന്നു. അപ്പോൾ ജെറി അവളെ ധൈര്യപ്പെടുത്തുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നു. അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതോടെ ഈ സീരീസ് അവസാനിക്കുന്നു. ഇതായിരുന്നു സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ സീരീസിന്റെ കഥ. ഈ കഥയും എന്റെ വിശദീകരണവും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടതിന് നന്ദി.